So, assignment 9. Which of the following characteristics is not related to qualitative research data? നമ്മൾ ചെയ്യുന്ന റിസർച്ച് എല്ലാം ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, നമ്പേഴ്സ് വെച്ചിട്ടാണ് റിസർച്ച് ചെയ്യുന്നത്. പക്ഷേ ഇഫ് യു വോണ്ട് ടു നോ ലൈക്ക് ഹൗ സാറ്റിസ്ഫൈഡ് ആർ ദ പീപ്പിൾ റിഗാർഡിങ് ഗവൺമെൻറ്റ്സ് വെൽഫെയർ എഫക്ട്സ്, അങ്ങനെ ചോദിക്കുമ്പോൾ ലൈക്ക് യു ആർ അസസിങ് ദ ക്വാളിറ്റി. ഓർ അനദർ ക്വസ്റ്റ്യൻ ഇസ് വൈ ട്രൈബൽസ് do not use government facilities for delivery and all. ഹോസ്പിറ്റൽസിലേക്കൊക്കെ വന്നാലും ചിലരൊന്നും ഹോസ്പിറ്റൽസ് ഒന്നും യൂസ് ചെയ്യാതെ ലൈക്ക് ഫോറസ്റ്റിൽ തന്നെ ഡെലിവറിയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ദീസ് ആർ റിലേറ്റഡ് ടു ദെയർ ബിഹേവിയറൽ ആസ്പെക്ട്സ്, ദ ബിലീഫ് ഒക്കെ. So why some what is it products advertisements ചില പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, that is fast foods and all, so why they are more acceptable. അപ്പോൾ ഇതൊക്കെ it is related to people's beliefs, how people are attracted to that. അത് നമ്പേഴ്സിലല്ല അതിൽ കാര്യം. So it is quality. So qualitative researchൽ ഇറ്റ് ഹാസ് എ സബ്ജക്റ്റീവ് വാലിഡിറ്റി. ഓരോ പേഴ്സണും ഡിഫറെൻ്റ് ആയിരിക്കും അത് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ക്വാണ്ടിറ്റേറ്റീവിലാണെങ്കിൽ ഇപ്പം ഞാൻ ചെയ്ത ഫൈൻഡിങ് തന്നെ ആയിരിക്കും വേറൊരാൾക്ക് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഹൗ മെനി മെയിൽസ് ആർ ദെയർ ഇൻ എ പോപ്പുലേഷൻ എന്നുള്ളത് ഞാൻ ചെയ്താലും വേറൊരാൾ ചെയ്താലും ഇറ്റ് വിൽ ബി ദ സെയിം. സോ പക്ഷേ ക്വാളിറ്റേറ്റീവിൽ അങ്ങനെയല്ല. ഇപ്പോൾ ഞാനൊരു സ്റ്റഡി ചെയ്യുന്നു, ലൈക്ക് ഗവൺമെൻറ് പോളിസീസ് നല്ലതാണ് എന്ന് കണ്ടുപിടിച്ചാൽ ഞാൻ നല്ലതായിരിക്കും എന്ന് പറയുക, വേറൊരാൾ അല്ല കൊള്ളൂല എന്ന് പറയും. സോ അതിൻ്റെ ഇറ്റ് ഹാസ് എ സബ്ജക്റ്റീവ് വാലിഡിറ്റി, ക്വാളിറ്റേറ്റീവ്. ആൻഡ് ഡേറ്റ ഈസ് ഇൻ ടെക്സ്റ്റ് ഫോമാണ്. അവർ പറഞ്ഞ ഇൻ്റർവ്യൂ, അവർ സംസാരിച്ചത്, അവർ എഴുതിയത്, അതൊക്കെയാണ് ഡേറ്റ. ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റിയിട്ട് എന്തുകൊണ്ടാണ് ചിലർ ഇത് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാത്തത്, അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്പേഴ്സ് അല്ലല്ലോ, ദിയർ ബിലീഫ് അല്ലേ. അപ്പോൾ ദാറ്റ് ഇസ് ഇൻ ടെക്സ്റ്റ് ഫോം. പിന്നെ ഇറ്റ് ഇൻവോൾവ്സ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് റെസ്പോൺസസ്, അത് ശരിയാണ്. പിന്നെ ഈ ക്വാളിറ്റേറ്റീവ് ഇതിൽ യു കാൺ ടെസ്റ്റ് ഹൈപ്പോത്തസിസ്, യു ക്യാൻ ഓൺലി ജനറേറ്റ് ഹൈപ്പോത്തസിസ്. അപ്പോൾ സി ആണ് ഇൻകറക്റ്റ് റെസ്പോൺസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ഡൺ യൂസിങ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്? സോ എ ശരിയാണ്. വ്യൂയിങ് എ സോഷ്യൽ ഫിനോമിനൻ ഹോളിസ്റ്റിക്കലി. സീക്കിംഗ് ഇൻ-ഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ്, seeking in-depth understanding of a phenomenon, that is also correct. D, unfamiliar subject matter, because we won't be familiar with what tribals feel about the urban people. Okay, so D is also correct. B is wrong. You can't estimate the burden of a disease. Burden of a disease ചെയ്യുന്ന ക്രോസ് സെക്ഷണൽ സ്റ്റഡിയിൽ prevalence rate ആണ് നോക്കുന്നത്, prevalence. 3. A researcher wants to estimate the prevalence of exclusive breastfeeding in the remote population. So the question is estimate the prevalence. Estimate the prevalence എന്ന് പറയുമ്പോൾ it is a quantitative study. Quantity നോക്കണം, that is prevalence rate അല്ലേ, by cross-sectional study. Then the second part is she also wants to understand the myths and taboos associated with breastfeeding. Which of the following approaches can be employed in this scenario? That second part is to understand the myths associated with breastfeeding. It is a qualitative aspect. So there's both quantitative and qualitative aspects. So you should use mixed method study. 4th, which of the following is not a data collection method used in qualitative research? ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ കളക്ഷൻ എങ്ങനെയൊക്കെയാണ്? ഒന്ന്, ഇൻ്റർവ്യൂ എടുക്കും. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇൻഡെപ്ത് ഇൻ്റർവ്യൂ. ഒരു പേഴ്സണെ ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തി ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻ്റർവ്യൂ, 1 മണിക്കൂർ 2 മണിക്കൂർ, ഓർ ഇറ്റ് ക്യാൻ എക്സ്റ്റെൻഡ് ഇൻ ടു ഡേയ്സ് ഓൾസോ. ദാറ്റ് ഈസ് ഇൻഡെപ്ത് ഇൻ്റർവ്യൂ. ഓർ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷന് ചെയ്യാം. ദാറ്റ് ഈസ് ട്രൈബൽസിൻ്റെ ഒരു ഗ്രൂപ്പ് കൊണ്ടുവന്നിട്ട് അവരോട് ഓരോ കാര്യങ്ങൾ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ചോദിക്കാം. ദാറ്റ് ഈസ് അവർക്കൊരു ഈ ഇൻ്റർവ്യൂവറിന് കുറച്ചൊരു ഗൈഡൊക്കെ ഉണ്ടാകും, ഇന്നതൊക്കെ ചോദിക്കണം എന്നൊക്കെ. പിന്നെ ബാക്കി എല്ലാവരും ചേർന്ന് സംസാരിക്കാം.
സി പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവർ വിൽ ബിക്കം എ പാർട്ട് ഓഫ് ദ സ്റ്റഡി. ദാറ്റ് ഈസ് അവരെ കൂടെ തന്നെ ചേർന്ന് അവരൊരു പാർട്ടാവും. ദാറ്റ് ഈസ് ഇപ്പോൾ ചില ഫോറിനേഴ്സൊക്കെ ഇന്ത്യയിലൊക്കെ വന്ന് ടൂറിസ്റ്റായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ചില സ്ഥലത്ത് കൊയ്ത്തിനൊക്കെ ലൈക്ക് ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവലിനൊക്കെ അവർക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെ അവർ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അവരും തന്നെ ഒരു പാർട്ടിസിപ്പൻ്റായിട്ട് അവരും എന്താ പറയുന്ന പ്ലവിങ്ങിനും ചെയ്യാനും ഹാർവെസ്റ്റ് ചെയ്യാനും ഒക്കെ അവരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമല്ലോ. ആൻഡ് ഇഫ് ദേ റൈറ്റ് വാട്ട് ഈസ് ഇറ്റ് സംതിങ് അബൌട്ട് ദിയർ സ്റ്റഡി, how they participated, how they observed എന്നൊക്കെയുള്ള അത് that is called as participant observation. So one important study was one Indian who went to US and then he was part of the ഒരു ഡ്രഗ് ഗ്യാങ്ങിൻ്റെ. സോ അയാളൊരു അനോണിമസ് ആയിട്ട് അയാൾ ഡ്രഗ് ഗ്യാങ്ങിൻ്റെ അകത്ത് തന്നെ അതിലത്തെ ഒരു മെമ്പറായിട്ട് തന്നെ അയാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ആരും അറിയാതെ. എന്നിട്ട് ലൈക്ക് ഹി ഒബ്സർവ്ഡ് ഹൗ ദേ വർക്ക് ആൻഡ് ഓൾ. സോ ഡേറ്റ കളക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂസ്, ഇൻഡെപ്ത് ഇൻ്റർവ്യൂ, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. സോഷ്യോഗ്രാം ഇസ് നോട്ട് ആസ് എൻ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഇൻഡെപ്ത് ഇൻ്റർവ്യൂ? ഇൻഡെപ്ത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇൻവോൾവ്സ് വൺ പാർട്ടിസിപ്പൻ്റാണ്. ദെൻ ഇറ്റ് ഫോളോസ് എൻ ഇൻ്റർവ്യൂ ഗൈഡ്. ഏകദേശം ഒരു പോയിൻറ്റ്സൊക്കെ വെച്ചിട്ടുണ്ടാവും, അതൊക്കെ ആയിരിക്കും ചോദിക്കേണ്ടതെന്ന്. സോ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ഇറ്റ് ഇസ് സൂട്ടബിൾ ഫോർ ഹൈലി സെൻസിറ്റീവ് ടോപ്പിക് ആൻഡ് ഇറ്റ് ഒബ്സേർവ്സ് റിച്ച് കണ്ടെക്സ്ച്വലൈസ്ഡ് ഇൻഫർമേഷൻ. കുറേ ഇൻഫർമേഷൻ ഉണ്ടാവും. ഇറ്റ് ക്യാൻ റൺ ഇൻ ടു പേജസ്. ഇപ്പോൾ ഓരോ മാഗസിനിലൊക്കെ ഓരോരുത്തർ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ളതൊക്കെ വേണമെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എൻ ഇൻഡെപ്ത് ഇൻ്റർവ്യൂ. അപ്പോൾ എ ഈസ് നോട്ട് കറക്റ്റ്. That is, in-depth interview, it involves 2 or more participants. That is wrong. Which of the following is an advantage of conducting in-depth interview? So, പേഷ്യൻറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുമല്ലോ. അപ്പോൾ ആ പർട്ടിക്കുലർ പേഴ്സൻ്റെ സബ്ജക്റ്റീവ് ഫീലിങ്സാണ് നമ്മൾ എടുക്കുന്നത്. അതിനാണ് എമിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. എമിക് പെർസ്പെക്റ്റീവ്. സോ ഇറ്റ് എക്സ്പ്രസ്സസ് ദ എമിക് പെർസ്പെക്റ്റീവ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ലൈക്ക് എറ്റിക് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഇറ്റ് ഈസ് എമിക് പെർസ്പെക്റ്റീവ്, ദറ്റ് ഈസ് എ സബ്ജക്റ്റീവ് പെർസ്പെക്റ്റീവ്. സോ ഇറ്റ് ഈസ് നോട്ട് ജനറലൈസബിൾ. ആ പേഴ്സൺ, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ഫീലിങ്സ് എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. ട്രൈബൽസ് ഹൗ ദ ഫീൽ അബൌട്ട് breastfeeding or using government services, healthcare services, അതെല്ലാവർക്കും ജനറലൈസബിൾ ആവില്ലല്ലോ. സോ ഈ ഇൻഡെപ്ത് ഇൻ്റർവ്യൂ ഇറ്റ് ഇസ് നോട്ട് എ ക്വിക്ക് പ്രോസസ്. ഇറ്റ് ക്യാൻ ടേക്ക് even days. Then D, it uses a systematic sampling approach. അത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ് സാമ്പിളൊക്കെ എടുക്കുന്നത്, ഈ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഒക്കെ. ഇത് ഒരു ഏരിയയിൽ പോകുന്നു, ആരാ സംസാരിക്കാൻ തയ്യാറായിട്ടുള്ള അവരോട് എടുക്കുന്നു. സോ എ ഈസ് കറക്റ്റ്. 7th, state true or false. In a focus group discussion, it is easy to obtain personal behaviors on a sensitive issue. അപ്പോൾ ഇൻ കോൺട്രാസ്റ്റ് ടു ഇൻഡെപ്ത് ഇൻ്റർവ്യൂ, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ചിലർ ഭയങ്കര സോഷ്യലായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർ കടന്നു കയറിയിട്ട് കുറേ സംസാരിക്കും. കുറച്ച് ഇൻഹിബിഷൻസ് ഉള്ളവരൊക്കെ അവർ ഒന്നും സംസാരിക്കില്ല. ആൻഡ് നോട്ട് ഇവൻ ദറ്റ് സെൻസിറ്റീവ് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതെല്ലാം ഓപ്പണായിട്ട് എല്ലാവരും മുമ്പിൽ പറയണമെന്നില്ല. സോ in focus group discussion, it is easy to obtain personal behaviors on a sensitive issue. That is false. Easy alla. 8th, which of the following is true regarding participant observation method? Participant observation ആദ്യം പറഞ്ഞല്ലോ. That is the interviewer or the researcher becomes a part of the group. ഇപ്പോൾ ട്രൈബലിൽ പോയിട്ടൊരു സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ട്രൈബൽസ് ചെയ്യുന്ന പോലെ തന്നെ അവരെ കൂടെ അവർ ജോലികളൊക്കെ എല്ലാം ചെയ്യും, അവർ കൂടെ താമസിക്കും. സോ വാട്ട് ഈസ് ട്രൂ?
easy to analyze the data. അത് തെറ്റാണ്. It is very difficult to analyze the data because he is a part of that. അയാൾക്ക് അതിൽ ജോലി ചെയ്യണോ അതോ ഡേറ്റ എങ്ങനെ കളക്ട് ചെയ്യണോ അയാൾക്ക് ചെയ്യാൻ പാടായിരിക്കും. ഡേറ്റ ഒബ്റ്റെയിൻഡ് ഇസ് വെരി വാസ്റ്റ്, കൺസൈസ് അല്ല. പിന്നെ ഡി, റിസർച്ചർ ഇൻ്റർവ്യൂസ് ഈച്ച് പാർട്ടിസിപ്പൻറ്റ് ഇൻ ഡീറ്റെയിൽ. അവിടെ ഇൻ്റർവ്യൂ അല്ല, റിസർച്ചർ ഈസ് ഒബ്സർവിങ്, ഹി ഈസ് ഓൾസോ ഡൂയിങ് ദ വർക്ക്, ഹി ഈസ് ഓൾസോ പാർട്ടിസിപ്പേറ്റിംഗ്. സോ വാട്ട് ഈസ് ട്രൂ എന്ന് പറയുന്നത്, റിസർച്ചർ ഹിംസെൽഫ് ബിക്കംസ് എ പാർട്ട് ഓഫ് ദ സ്റ്റഡി ഗ്രൂപ്പ്. സോ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനിൽ അതാണ്. സോ മെയിൻലി 3 ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഇൻഡെപ്ത് ഇൻ്റർവ്യൂ, ഒറ്റ ആൾ ഇൻ്റർവ്യൂ ആണെങ്കിൽ ഇൻഡെപ്ത് ഇൻ്റർവ്യൂ, ഗ്രൂപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, പിന്നെ റിസർച്ചർ ബിക്കമിങ് എ പാർട്ട് ഓഫ് ദ സ്റ്റഡി ഗ്രൂപ്പിന് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. So state whether true or false. Data obtained from focus group discussion may be sensitive to biased analysis. As I told you, like focus group discussion ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ വളരെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളവർ, they will be very open, they will tell everything. അവർ അടിച്ചേൽപ്പിക്കും അവരെ ബിലീഫ്സും ഒക്കെ, ദെൻ അവരെ ഒപ്പീനിയൻസൊക്കെ. പക്ഷേ ഇൻഹിബിഷൻസ് ഉള്ളവർ അവർ പുറകോട്ട് നിൽക്കും. സോ അതിൽ നിന്നുള്ളൊരു ഡേറ്റ കിട്ടുന്നത് ചിലപ്പോൾ ഇറ്റ് വിൽ ബി ബയസ്ഡ്. സോ for data obtained from focus group discussion may be sensitive to biased analysis. That is true. The analytical approach where researcher proceeds to develop a theory based on learnings obtained from the data is called. ഇപ്പോൾ ഒരു കാര്യം എന്തുകൊണ്ട് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് മലപ്പുറത്തൊക്കെ പോളിയോ വാക്സിനേഷന് മുസ്ലിംസൊക്കെ എതിരാണെന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ ഒരു റിസർച്ചർ പോയിട്ട് അവരെ കുറേ പേഴ്സണൽ ഇൻ്റർവ്യൂ ചെയ്യാം, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസൊക്കെ ചെയ്യാം. എന്നിട്ട് ആൾ കുറേ ഡേറ്റ ഒക്കെ കളക്ട് ചെയ്യുമല്ലോ. അയാൾ കണ്ടുപിടിച്ച ഡേറ്റ എന്ന് ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നതിനാണ് പറയുന്നത് ഗ്രൗണ്ടഡ് തിയറി അനാലിസിസ്. സോ ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ 2 ഉണ്ട്, ഗ്രൗണ്ടഡ് തിയറിയും പിന്നെ രണ്ടാമത്തത് കണ്ടൻറ്റ് അനാലിസിസ്. സോ കോണ്ടൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇഫ് യു വാണ്ട് ടു നോ വൈ ചിൽഡ്രൻ ആർ മോർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ഫാസ്റ്റ് ഫുഡ്, അപ്പോൾ ഒരു ടി വിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ്, പേപ്പറിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ്, അതൊക്കെ ആദ്യ ഡേറ്റ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ അല്ലേ. അതിലുള്ള കണ്ടൻറ്റൊക്കെ അനലൈസ് ചെയ്തിട്ട് ആ വീഡിയോസിൽ എന്താണ് അവർക്ക് അട്രാക്റ്റീവായിട്ടുള്ളതെന്ന് അതിൽ കോണ്ടൻറ്റൊക്കെ അനലൈസ് ചെയ്യുന്നതിനാണ് കോണ്ടൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഹിയർ if the researcher proceeds to develop a theory based on learnings obtained from the data he has collected, that is called as grounded theory analysis. So that ends assignment 9.